തന്നെ കൂടുതൽ ധൃതിയിൽ അദ്ദേഹം ആറ്റം ബോംബ് ഉണ്ടാക്കി. 1945 ആഗസ്റ്റ് 6 ജപ്പാനിലെ ഹിരോഷിമ എന്ന പട്ടണത്തിന് മീതെ ഒരു അമേരിക്കൻ വിമാനം ചുറ്റിപ്പറക്കുകയാണ്. ഹിരോഷിമ സ്കൂളുകൾ നിറഞ്ഞ പട്ടണമാണ്. വിമാനത്തിന്റെ ശബ്ദം കേട്ടപ്പോൾ സ്കൂൾ അധികൃതർ ആകാശത്തേക്ക് നോക്കി പറഞ്ഞു, ഇത് നമ്മുടെ വിമാനമാണല്ലോ, ജപ്പാന്റെ വിമാനമാണല്ലോ, ജപ്പാന്റെ കൊടിയടയാളമുണ്ട്, നമ്മുടെ വിമാനം തന്നെ ഭക്ഷണ പാക്കറ്റ് ഇടാൻ വന്നതാവും. ഒരു കാര്യം ചെയ്യാം, സ്കൂൾ ബെല്ലടിച്ചു വിടാം, കുട്ടികൾക്ക് ഭക്ഷണപ്പൊതികൾ എടുക്കാൻ അത് സൗകര്യമായിരിക്കും. പിന്നെ വൈകിയില്ല, സ്കൂൾ ബെൽ മുഴങ്ങി, കുഞ്ഞുങ്ങൾ ആർത്തു വിളിച്ച് പുറത്തിറങ്ങി, ഹായ് ഹായ്, നമ്മുടെ വിമാനം, നമ്മുടെ വിമാനം. ജപ്പാന്റെ കൊടിയടയാളം കൃത്രിമമായി ഘടിപ്പിച്ച അമേരിക്കൻ വിമാനമായിരുന്നു. ആ വിമാനത്തിൽ സംഹാരശേഷിയുള്ള ഒരു പൊതിയുണ്ടായിരുന്നു, ആദ്യത്തെ ആറ്റം ബോംബ് ലിറ്റിൽ ബോയ്. ആ വിമാനത്തിന്റെ പൈലറ്റ് മറ്റു വൈമാനികരോട് വിളിച്ചു പറഞ്ഞു, നമ്മൾ ആദ്യത്തെ ആറ്റം ബോംബ് ഇടാൻ പോവുകയാണ്, കർശനമായ ഒരു നിർദ്ദേശം നമ്മൾ എല്ലാവരും പാലിക്കണം. ഈ ബോംബ് താഴേക്കിട്ടാൽ ക്രൂവിലുള്ള ഒരാളും താഴേക്ക് നോക്കരുത്. അത്തിഖണ്ഡങ്ങളെ കൊണ്ടു നിറഞ്ഞുപോയി അതാപമായി നിന്നൊരാകാശവീഥികൾ. അന്തിമശ്വാസം വലിച്ചു മുറിപ്പെട്ടു നൊന്തുകിടന്നു പിടഞ്ഞ സമീരണൻ. ലക്ഷോപലക്ഷം ജീവഹാനി. തീർന്നില്ല, അമേരിക്കയുടെ ക്രൂരത തീർന്നില്ല. ദിവസങ്ങൾ കഴിയുന്നതിന് മുമ്പ് നാഗസാക്കിയിലും ബോംബിട്ടു. ഫാറ്റ് മാൻ, അതായിരുന്നു ആ ബോംബിന്റെ പേര്. ഒരിക്കൽ രവീന്ദ്രനാഥ ടാഗോറിനെ കണ്ടപ്പോൾ ഐൻസ്റ്റൈൻ അദ്ദേഹത്തോട് ചോദിച്ചു, ടാഗോർ, താങ്കൾ ഈ ലോകത്ത് നിന്ന് വേർപെടുത്തിയാണോ ഈശ്വരനെ വിശ്വസിക്കുന്നത്? ടാഗോർ പറഞ്ഞു, അപ്രമേയമായ മനുഷ്യ വ്യക്തിത്വത്തിന് ഉൾക്കൊള്ളാനാകാത്ത ഒന്നും ഈ പ്രപഞ്ചത്തിലില്ല. പ്രപഞ്ച സത്യം മനുഷ്യൻ സാക്ഷാത്കരിക്കുന്ന സത്യം തന്നെയാണ്. ടാഗോർ, ഒരു സംശയം. മനുഷ്യാശ്രയമായ അല്ലെങ്കിൽ മനുഷ്യൻ കൂടി ഉൾക്കൊള്ളുന്ന പ്രപഞ്ചം, അതൊരു സങ്കല്പം. രണ്ടാമത്തേത് മനുഷ്യരഹിതമായ പ്രപഞ്ചം. ഇതിലേതാണ് ശരി? മിസ്റ്റർ ഐൻസ്റ്റൈൻ, മനുഷ്യനുമായി പ്രപഞ്ചം ചേർച്ചയിലാണെങ്കിൽ ആദ്യന്തഹീനമായ ശക്തിയായി, ഈശ്വരനായി നാം അറിയുന്നു. നാം സൗന്ദര്യമായി അത് അനുഭവിക്കുന്നു. സത്യവും സൗന്ദര്യവും മനുഷ്യനിൽ നിന്ന് സ്വതന്ത്രമല്ലേ മിസ്റ്റർ ടാഗോർ? അല്ല. ടാഗോർ, സൗന്ദര്യത്തിന്റെ കാര്യം ഞാൻ സമ്മതിക്കുന്നു. സത്യം, ശാസ്ത്ര സത്യം മനുഷ്യനില്ലെങ്കിലും സത്യമായി ഇവിടെ ഉണ്ടാകും. അത് ശരി തന്നെ മിസ്റ്റർ ഐൻസ്റ്റൈൻ. മനുഷ്യ വിമുക്തമായ സത്യത്തിന് എന്ത് പ്രസക്തിയാണുള്ളത്? ടാഗോറിന്റെ ഈ വേദാന്തം ഐൻസ്റ്റൈനെ ഉത്തരം മുട്ടിച്ചു. വേദരാജ്യത്തിൻ വരിട്ട സന്താനമേ, വേദാന്ത ഗംഗയിൽ ക്രീഡിച്ച ഹംസമേ. വേദരാജ്യത്തിൻ വരിട്ട സന്താനമേ, വേദാന്ത ഗംഗയിൽ ക്രീഡിച്ച ഹംസമേ. വെൽക നീ വിശ്വൈക സാഹിത്യ സാരഥ, വെൽക നീ വിണ്ണിൻ വിശുദ്ധ നവാധീത്. വെൽക നീ വിശ്വൈക സാഹിത്യ സാരഥ, വെൽക നീ വിണ്ണിൻ വിശുദ്ധ നവാധീത്. ഗീതാമൃതം തൂകർന്ന ദ്വൈത സാരസ ഗീതം ചൊരിഞ്ഞു മറഞ്ഞ ചൈതന്യമേ. വേദരാജ്യത്തിൻ വരിട്ട സന്താനമേ, വേദാന്ത ഗംഗയിൽ ക്രീഡിച്ച ഹംസമേ. ബെർലിനിലെ കബൂത്തിലും പിന്നീട് അവർ ഒരിക്കൽ കൂടി കണ്ടു. അന്ന് വിഷയം പൗരസ്ത്യ പാശ്ചാത്യ സംഗീതങ്ങളായിരുന്നു. രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജിയും ആൽബർട്ട് ഐൻസ്റ്റൈനും നേരിട്ട് കണ്ടിട്ടില്ല. എങ്കിലും 31 ശിശിരകാലത്തിൽ കത്തുകളിത്തിരി കൈമാറി. 31 ശിശിരകാലത്തിൽ കത്തുകളിത്തിരി കൈമാറി. ഗാന്ധിജി സപ്തതി ഗ്രന്ഥത്തിൽ ഒരു ലേഖനം എഴുതിയ ഐൻസ്റ്റൈനും, ഗാന്ധിജി സപ്തതി ഗ്രന്ഥത്തിൽ ഒരു ലേഖനം എഴുതിയ ഐൻസ്റ്റൈനും, ഒരു ലേഖനം എഴുതിയ ഐൻസ്റ്റൈനും, ഒരു ലേഖനം എഴുതിയ ഐൻസ്റ്റൈനും. 1948 ജനുവരി 30 ഐൻസ്റ്റൈൻ എഴുതുന്നു, നമ്മുടെ കാലത്തെ ഏറ്റവും മഹാനായ രാഷ്ട്രീയ പ്രതിഭയാണ് ഗാന്ധിജി. അക്രമവും ഹിംസയുമില്ലാതെ രാജ്യാതീതമായ ശാന്തി സങ്കല്പം സ്ഥാപിച്ച മഹാത്മാവാണ് ഗാന്ധിജി. റേഡിയോയിൽ പെട്ടെന്നൊരു വാർത്ത, മഹാത്മാഗാന്ധി വെടിയേറ്റ് മരിച്ചു. ഐൻസ്റ്റൈന്റെ കയ്യിൽ നിന്ന് പേന മേശപ്പുറത്ത് വീണു. അദ്ദേഹം കസേരയിലേക്ക് ചാഞ്ഞു.
താൻ വാഴ്ത്തിക്കൊണ്ടിരുന്ന ദീപം ഇതാ പൊലിഞ്ഞിരിക്കുന്നു. അദ്ദേഹം തുടർന്നെഴുതി, ജനതയുടെ കൂറും പിന്തുണയും നേടാൻ കള്ളവും കമ്മട്ടവുമല്ല മാർഗം, ധർമ്മനിഷ്ഠയിലുള്ള സഞ്ചാരമാവണം മാർഗം എന്ന് പ്രവൃത്തിയിലൂടെ അദ്ദേഹം തെളിയിച്ചു. അദ്ദേഹം സ്വന്തം സിദ്ധാന്തത്തിന്, അഹിംസാ സിദ്ധാന്തത്തിന് സ്വന്തം ജീവൻ ബലി നൽകി. വേദന തിങ്ങും ലോകമൊരിക്കൽ സന്തോഷിച്ചിടാൻ, വേദന തിങ്ങും ലോകമൊരിക്കൽ സന്തോഷിച്ചിടാൻ, ശ്രേഷ്ഠ മനീഷി ലേഖനങ്ങൾ വായ്ത്താരികൾ ചമച്ചു, ശ്രേഷ്ഠ മനീഷി ലേഖനങ്ങൾ വായ്ത്താരികൾ ചമച്ചു, വേദന തിങ്ങും ലോകമൊരിക്കൽ സന്തോഷിച്ചിടാൻ, ശ്രേഷ്ഠ മനീഷി ലേഖനങ്ങൾ വായ്ത്താരികൾ ചമച്ചു, വായ്ത്താരികൾ ചമച്ചു, വായ്ത്താരികൾ ചമച്ചു. നേരിട്ടില്ലെങ്കിലും നിലപാട് കൊണ്ടില്ലെങ്കിലും ആറ്റം ബോംബ് യാഥാർത്ഥ്യമായതിൽ, അതുവഴി ഹിരോഷിമയും നാഗസാക്കിയും ഉണ്ടായതിൽ തനിക്കും പങ്കുണ്ട് എന്ന് സ്വയം വിമർശനപരമായി അദ്ദേഹം ചിന്തിച്ചു. ആ മനസ്സ് വേദനിച്ചു. ആക്രമണോത്സുകമായ ദേശീയ പ്രാദേശിക വികാരങ്ങൾക്ക് കടിഞ്ഞാടിടണം ഐൻസ്റ്റൈൻ ആഗ്രഹിച്ചു. തന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഉത്ഭവിച്ച ഈ ആശയം അദ്ദേഹം പ്രചരിപ്പിച്ചു. അതിനുവേണ്ടി ലേഖനങ്ങൾ എഴുതി, പ്രഭാഷണങ്ങൾ ചെയ്തു. അഭിമുഖ സംഭാഷണങ്ങളിൽ ലോക സമാധാനത്തെ വാനോളം വാഴ്ത്തുകയും അതിനുവേണ്ടി സന്ധിയില്ലാത്ത നിലപാടാണ് തന്റേതെന്ന് സുവ്യക്തമായി പറയുകയും ചെയ്തു. വേദന തിങ്ങും ലോകമൊരിക്കൽ സന്തോഷിച്ചിടാൻ, ശ്രേഷ്ഠ മനീഷി ലേഖനങ്ങൾ വായ്ത്താരികൾ ചമച്ചു, വായ്ത്താരികൾ ചമച്ചു, വായ്ത്താരികൾ ചമച്ചു. ലോക സമാധാനത്തിന് അദ്ദേഹത്തിന് മാർഗദർശിയായി തീർന്നത് മഹാത്മാഗാന്ധിയാണ്. യുദ്ധവിരുദ്ധ സിദ്ധാന്തത്തെ അഥവാ പസിഫിസത്തെ അധികരിച്ച് അദ്ദേഹം എഴുതുകയും വാദിക്കുകയും ചെയ്തു. 1952 ഇസ്രയേൽ രാഷ്ട്രത്തിന്റെ പ്രതിനിധിയായി ബെൻ ഗൂറിയോൺ ഐൻസ്റ്റൈനെ സന്ദർശിച്ചു. അദ്ദേഹം ഐൻസ്റ്റൈനോട് പറഞ്ഞു, അങ്ങ് ഏറ്റവും ശ്രേഷ്ഠനായ യഹൂദ മനുഷ്യനാണ്, അങ്ങ് ഇസ്രായേലിന്റെ പ്രസിഡന്റ് ആകണം. ഐൻസ്റ്റൈന്റെ ഉത്തരം ഒട്ടും വൈകിയില്ല. ക്ഷമിക്കണം മിസ്റ്റർ ബെൻ ഗൂറിയോൺ, രാഷ്ട്രീയമോ മനുഷ്യരെ ഭരിക്കാനോ എനിക്കറിയില്ല. അറിയാവുന്നത് കുറച്ച് കണക്കും ഫിസിക്സുമാണ്. അതുകൊണ്ട് എന്നെ ഒഴിവാക്കുക. പിന്നെ 1955 ഏപ്രിൽ 13 ഇസ്രായേൽ പ്രതിനിധി വീണ്ടും ഐൻസ്റ്റൈനെ കണ്ടുവന്ന് പറഞ്ഞു, ഇസ്രായേലിന്റെ സ്വാതന്ത്ര്യദിനം വരികയാണ്, അങ്ങയുടെ ഒരു സന്ദേശം കിട്ടണം. സന്ദേശം നൽകാൻ അദ്ദേഹം തയ്യാറായി. ക്യാമറകളും ടേപ്പ് റെക്കോർഡറും ഓണായി. ഐൻസ്റ്റൈൻ പറഞ്ഞു തുടങ്ങി, ഒരു രാജ്യതന്ത്രജ്ഞനും ഭരണാധികാരിയും ശാശ്വത ലോക സമാധാനത്തിനും സുരക്ഷിതത്വത്തിനും വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ചെയ്യാൻ തുനിയുന്നവന്റെ രാഷ്ട്രീയ മരണം ഉറപ്പാണ്. അദ്ദേഹം ചുമച്ചു. അദ്ദേഹത്തിന്റെ തൊണ്ടയിടറി. പിന്നെ ഐൻസ്റ്റൈൻ കുഴഞ്ഞു വീണു. ആശുപത്രിയിലായി. 2-3 ദിവസം ബോധമില്ലാതെ ഒരേ കിടപ്പ്. ഏപ്രിൽ 18 പുലർന്നു വരുന്നു. പ്രഭാത കിരണങ്ങൾ ഭൂമിയെ തലോടുന്നു. സമയം മുന്നോട്ട് തന്നെ ഇഴഞ്ഞു. സമയത്തിന്റെ ഈ മാനസവിശേഷത പ്രഖ്യാപിച്ച ആ മഹാന്റെ ശ്വാസം നേർത്തു വന്നു. ആ ശ്വാസം നിലച്ചു. ആ കണ്ണുകൾ അടഞ്ഞു. പൂർത്തിയാകാത്ത അവസാനത്തെ വാചകം, പൂർണ്ണ രൂപമെത്താത്ത യൂണിഫൈഡ് തിയറി, എല്ലാം പൂരിപ്പിക്കാത്ത സമസ്യകളായി. എങ്കിലും കാലം കുതിച്ചെത്ര കാലം കഴിഞ്ഞാലും ഭൂമി തൻ പൊന്മൊഴിയല്ലോ, കാലം കുതിച്ചെത്ര കാലം കഴിഞ്ഞാലും ഭൂമി തൻ പൊന്മൊഴിയല്ലോ. ഐൻസ്റ്റൈൻ ഇവിടെ ജീവിച്ചിരുന്നു, ഐൻസ്റ്റൈൻ ഇവിടെ ജീവിച്ചിരുന്നു, ഐൻസ്റ്റൈൻ ഇവിടെ ജീവിച്ചിരുന്നു. ഐൻസ്റ്റൈൻ ഇവിടെ ജീവിച്ചിരുന്നു.